എൻഡിഎ പിന്തുണയ്ക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാർ 20 എംപിമാർ എൻഡിഎ പിന്തുണയ്ക്കും എന്ന് വ്യക്തമാക്കി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചു. 28 ലോക്സഭാ എംപിമാരാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഈ മമതാ ബാനർജിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്താൻ നേരത്തെ തന്നെ BJP ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ 20 എംപിമാർ എൻഡിഎക്ക് പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഋതബ്രതയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ നേതൃത്വവും ഇവർക്കൊപ്പമുണ്ടോ, അതോ ഇവർ രണ്ട് രീതിയിൽ പിളർന്നു നിൽക്കുകയാണോ? അരവിന്ദ്. ദില്ല, മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. 20 വിമത എംപിമാർ അവർ എൻഡിഎ പിന്തുണയ്ക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കഗോലി ആണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കിയ കത്ത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ചതായും ഇപ്പോൾ MP അറിയിച്ചിട്ടുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് എംപിമാർ വ്യക്തമാക്കുന്നത് 13 വിമതർ മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും എൻഡിഎ പിന്തുണയ്ക്കാൻ സാധിക്കില്ല. കാരണം 28 എംപിമാർ ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ട്. 20 പേരുടെ പിന്തുണയില്ലെങ്കിൽ ഈ എംപിമാർ അയോഗ്യരാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ സാഹചര്യവും സമാനമായിരുന്നു. 3-2 ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ആ എംപിമാരെ അന്ന് അയോഗ്യരാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ 20 എംപിമാർ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എൻഡിഎ പിന്തുണയ്ക്കുന്ന കത്ത് ലോക്സഭാ സ്പീക്കർക്ക് അയച്ചിട്ടുമുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇന്ന് രാവിലെ രാജ്യസഭ MP സ്ഥാനത്ത് നിന്ന് സുഖേന്ദു റായ് രാജിവെച്ചിരുന്നു. സുഖേന്ദു റായിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ ഒരു രഹസ്യ യോഗം ഈ 20 എംപിമാരും ചേരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോക്സഭാ സ്പീക്കർക്ക് കത്തയക്കുകയും ഇപ്പോൾ എൻഡിഎ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ എംപിമാർ എത്തുകയും ചെയ്തത്. എന്തായാലും വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കാണ് ബംഗാൾ ഇപ്പോൾ സാക്ഷ്യം വയ്ക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ അധികാരവും ഭരണവും വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വം കൂടി മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, BJPയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലും രാജ്യസഭയിലും എംപിമാരുടെ പിന്തുണ കൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരത്തെ വനിതാ സംവരണ ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ 54 പേരുടെ പിന്തുണ കുറവായതുകൊണ്ടാണ് അത് ലോക്സഭ കടക്കാതെ ഇരുന്നത്. അതിനു പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾ വിവിധ പ്രതിപക്ഷ പാർട്ടി എംപിമാരുമായി BJP നടത്തിയിരുന്നു. DMK എംപിമാരുമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ BJP ആരംഭിച്ചു എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും 20 എംപിമാരാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 20 എംപിമാരാണ് ഇപ്പോൾ എൻഡിഎ പിന്തുണയ്ക്കാൻ പോകുന്നത്. ഇക്കാര്യം വ്യക്തമാക്കുന്ന കത്ത് ഓം ബിർളയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്, മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ 20 എംപിമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.